ഇത് ഫറവോന് അനിഷ്ടമായി തോന്നി. ഫറവോൻ അടുത്ത കൽപ്പന പുറപ്പെടുവിച്ചു. ഇസ്രായേൽ മക്കളുടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ആൺകുഞ്ഞാണ് എങ്കിൽ അവരെ നൈൽ നദിയിൽ എറിഞ്ഞു കൊന്നുകളയണമെന്നായിരുന്നു കൽപ്പന. അങ്ങനെ ജനനത്തിങ്കൽ തന്നെ കെട്ടപ്പെട്ട സാഹചര്യത്തിൽ മോശ എന്ന കുഞ്ഞ് ഈ ഭൂമുഖത്തേക്ക് പിറന്നു വീണു. എന്നാൽ പിറന്നു വീണപ്പോൾ ശിശു സുന്ദരൻ എന്ന് കണ്ട് അവന്റെ മാതാപിതാക്കൾ 3 മാസത്തേക്ക് അവനെ നൈൽ നദിയിൽ എറിഞ്ഞു കളയാതെ ഒളിപ്പിച്ചു വീട്ടിനകത്ത് താമസിപ്പിച്ചു. എന്നാൽ മാസം 3 കഴിഞ്ഞു. കുഞ്ഞിന്റെ കരച്ചിൽ പുറത്തെത്തുന്ന സന്ദർഭമായി അയൽപക്കംകാർ അറിയുമെന്ന് ബോധ്യമായി. ഇനി ഈ കുഞ്ഞിനെ വീട്ടിനകത്ത് സൂക്ഷിക്കുവാൻ തരമില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടിട്ട് അവർ ഒരു ഞാങ്ങണയുടെ പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ച് അകത്ത് വെള്ളം കടക്കാത്ത സജ്ജീകരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ കുഞ്ഞിനെ ഈ പെട്ടകത്തിനകത്താക്കി നൈൽ നദിയിൽ കൊണ്ടുചെന്ന് നിക്ഷേപിച്ചു. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഏതു ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്നാണോ ഇസ്രായേൽ മക്കളെ കൊന്നുകളയണമെന്ന കൽപ്പന പുറപ്പെട്ടത്, അതേ അന്തപുരത്തിലെ രാജകുമാരി കുളിപ്പാൻ നദിയിൽ വന്നപ്പോൾ ഈ പെട്ടകം കണ്ടു. തോഴിമാരെ വിട്ട് ഈ പെട്ടകം എടുപ്പിച്ചു. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത ഈ പെട്ടകം, അതിനകത്ത് നിന്ന് കരയുന്ന സുന്ദരനായ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ അതിനെ കൊന്നുകളയുവാൻ അവൾക്ക് താല്പര്യം തോന്നിയില്ല. അവൾ ആ കുഞ്ഞിനെ തൻ്റെ സ്വന്തം കുഞ്ഞായി ഏറ്റെടുത്ത് വളർത്തി. ആ കുഞ്ഞാണ് പിന്നത്തേതിൽ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മോശ എന്ന അനുഗ്രഹീതനായ ദൈവമനുഷ്യൻ നമുക്കറിവുള്ളതാ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, വായിച്ച കുറിവാക്കി ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചു പറയട്ടെ. ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ യേശുവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവെന്നുള്ളതാണ്. മോശ അവൻ ജനനത്തിങ്കൽ തന്നെ കെട്ടപ്പെട്ടവനായിരുന്നു. അവന്റെ സമൂഹം കെട്ടപ്പെട്ട സാഹചര്യത്തിന്റെ അധീനതയിലായിരുന്നു, അഥവാ അവർ അടിമകളായിരുന്നു. ഒരു കുടുംബം മാത്രമല്ല, ഒരു സമൂഹം മുഴുവൻ കെട്ടപ്പെട്ട സാഹചര്യത്തിലായിരുന്നപ്പോൾ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് കർത്താവിന് അവനെ കൊണ്ട് ഉദ്ദേശമുള്ളത് കൊണ്ട് അവനെ അഴിച്ചു കൊണ്ടുവരുവാൻ, കെട്ടപ്പെടുവാനുള്ള കൽപ്പന പുറപ്പെടുവിച്ച അതേ അന്തപുരത്തിൽ നിന്ന് കെട്ടഴിക്കുവാനുള്ള കൽപ്പന പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഇന്ന് പ്രഭാതത്തിൽ സ്നേഹിത, താങ്കൾ ജീവിതബന്ധിയായി ഏത് വിഷയങ്ങളിൽ കെട്ടപ്പെട്ട സാഹചര്യത്തിലായിരിക്കുന്നുവോ, യേശുവിന് താങ്കളെ കൊണ്ട് ഉപയോഗമുണ്ട്. താങ്കൾ കെട്ടപ്പെട്ട വ്യക്തിയാകാം, എന്നാൽ കെട്ടപ്പെട്ടിരിക്കുന്ന അനേകരുടെ ഒരു ജനസമൂഹത്തിന്റെ തന്നെ കെട്ടഴിക്കുവാൻ, താങ്കളെ ഉപയോഗിക്കുവാൻ യേശുവിന് താല്പര്യമുണ്ട്. യേശു അവൻ ജീവനുള്ള ദൈവമായി, അവൻ ജീവിക്കുന്ന ദൈവമായി താങ്കളുടെ കെട്ടഴിച്ച് താങ്കളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. എത്ര കഠിനമായ നിലവാരത്തിൽ ദുഷ്ടനായ പിശാച് താങ്കളെ കെട്ടിയിട്ടിരിക്കുന്നുവോ, യേശുവിനത് വിഷയമല്ല. ഏത് രാജസന്നിധിയിൽ നിന്നാണോ കൽപ്പന പുറപ്പെട്ടത്, യേശുവിനത് വിഷയമല്ല. അവൻ രാജാതി രാജാവാ. അവൻ കെട്ടുകളെ അഴിച്ച് പുറത്തു കൊണ്ടുവരുന്നവനാ. മറ്റൊരു വ്യക്തിയെ പഴയ നിയമത്തിൽ തന്നെ 1 ശമൂവേലിന്റെ പുസ്തകം 16-17 അധ്യായങ്ങൾ വായിച്ചാൽ ദാവീദ് എന്ന ഇസ്രായേലിന്റെ മധുരഗായകനും എക്കാലത്തും അറിയപ്പെടുന്ന രാജാവുമായ അനുഗ്രഹീതനായ ദൈവമനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും. ദാവീദ് രാജാവ്, ദാവീദിന്റെ സിംഹാസനം നമുക്ക് പരിചയമുള്ളതാ. ഇസ്രായേൽ ജനത്തിന്റെ 1ാമത്തെ രാജാവായ ശൗലിനെ തലസ്ഥാനത്ത് നിന്ന് ദൈവം മാറ്റിയിട്ട് അടുത്ത ഒരു രാജാവിനെ കണ്ടെത്തുവാൻ ദൈവം ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞപ്പോൾ ശമൂവേൽ ദൈവീക ആലോചന അനുസരിച്ച് പുതിയ രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ അഭിഷേക തൈലം തൈലക്കൊമ്പിൽ എടുത്തുകൊണ്ട് ഇശായിയുടെ കുടുംബത്തിലേക്ക് എത്തിച്ചേർന്നു. ഇശായിക്ക് 8 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലിളയവനായിരുന്നു ദാവീദ്. ഇശായിയോട് മുൻകൂർ ശമൂവേൽ പറഞ്ഞിരുന്നു, നിന്റെ കുടുംബത്തിൽ നിന്ന് ഒരുവനെ ഞാൻ രാജാവായി അഭിഷേകം ചെയ്യുവാൻ പോകുന്നു. രാജാഭിഷേകം തന്റെ കുടുംബത്തിൽ കടന്നു വരുന്നു എന്ന സദ്വർത്തമാനം ഇശായി അറിഞ്ഞപ്പോൾ ഈശായി തന്റെ 8 മക്കളെ കുറിച്ചും ചിന്തിച്ചു. അതിൽ 8ാമത്തവൻ
അവൻ കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുകയാ. ആട്ടിടയനായ അവനെ രാജാവായി അഭിഷേകം ചെയ്യാൻ ഒരു ചാൻസും അപ്പനായ ഇശായിക്ക് ബോധ്യപ്പെട്ടില്ല. എന്നാൽ അവൻ്റെ ജ്യേഷ്ഠന്മാരായ യോദ്ധാക്കളായ ആളുകൾ, നന്നായി അഭ്യാസം പഠിച്ച ആളുകൾ, അവരെയൊക്കെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ സാധ്യതയുണ്ട് എന്ന് ഇശായിക്ക് തോന്നിയിട്ട് കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന ദാവീദിനെ ആളയച്ച് വിളിപ്പിക്കുക പോലും ചെയ്യാതെ ബാക്കി 7 മക്കളെയും വീട്ടിൽ ഒരുമിച്ച് സന്തോഷത്തോടെ അവൻ ശമൂവേലിന്റെ മുൻപാകെ നിരത്തി. ശമൂവേൽ 1-ാമത്തവന്റെ അടുക്കൽ ചെന്നു, തൈലക്കൊമ്പെടുത്തു. രാജാവായി അവനെ അഭിഷേകം ചെയ്യുവാൻ അഭിഷേക തൈലം അവന്റെ തലയിലേക്ക് ഊറ്റുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് ശമൂവേലിന് കിട്ടി. ശമൂവേലേ, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്. മനുഷ്യൻ കണ്ണിന് കാണുന്നു നോക്കുന്നു, യഹോവ അവനെ തള്ളിയിരിക്കുന്നു. 2-ാമത്തവന്റെ അടുക്കിലേക്ക് ശമൂവേൽ പോയി, അവനുമല്ല, 3-ാമത്തവനുമല്ല. അങ്ങനെ 7 പേരെയും ഇശായി ശമൂവേലിന്റെ മുൻപിൽ നിർത്തിയിട്ട് ഈ 7 പേരിലും രാജാവായി അഭിഷേകം ചെയ്യുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയില്ല. ശമൂവേൽ ഇശായിയോട് ചോദിച്ചു, ഇനി നിന്റെ മക്കളിൽ ആരെങ്കിലും ഉണ്ടോ? ഇശായി അല്പം ശങ്കയോടെ പറഞ്ഞു, ഒരുവനും കൂടെയുണ്ട്. അവൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെടാൻ ഒരു സാധ്യതയുമുള്ളവനല്ല. അവൻ കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുകയാ. ഈ അഭിഷേകം ചെയ്യുന്ന ഈ സ്ഥലത്തേക്ക് ഞാൻ അവനെ ക്ഷണിച്ചിട്ടും കൂടെയില്ല. പക്ഷേ ഇപ്രകാരം ശമൂവേൽ നിന്ന് മറുപടി ഉണ്ടായി, അവനെ ആളയച്ചു വരുത്തുക. അവൻ വന്നിട്ടല്ലാതെ ഇനി മുൻപോട്ടുള്ള കർമ്മങ്ങൾ നടക്കുകയില്ല. അവൻ വന്നു. ദൈവം പറഞ്ഞു, ഇവനെ രാജാവായി അഭിഷേകം ചെയ്യുക. ശമൂവേലിനാൽ ഇസ്രായേലിന്റെ 2-ാമത്തെ രാജാവായി എക്കാലത്തും ഏവരും സ്മരിക്കപ്പെടുന്ന സിംഹാസനത്തിന്റെ ഉടമയായി ദാവീദ് മാറ്റപ്പെട്ടു. കാട്ടിൽ കിടന്നവൻ, ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നവൻ, രാജാവാകാൻ ഒരു ചാൻസും ഇല്ലാതിരുന്നവൻ, മാതാപിതാക്കൾ അവന്റെ ഭാവി കെട്ടിയതാ. സഹോദരങ്ങൾക്കാർക്കും ഇവനൊരു ഭാവിയുണ്ടെന്നൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. അവന്റെ ജോലി മണ്ഡലം ഇങ്ങനെ ഒരു ഉയർന്ന ഭാവി അവന്റെ ജീവിതത്തിൽ നേടുന്നതിന് തടസ്സമായിരുന്നു. പക്ഷേ ഭൗമികമായി എല്ലാ സാഹചര്യങ്ങളും കെട്ടപ്പെട്ടതാണെങ്കിലും സ്വന്തം അപ്പനടക്കം ഈ മകനൊരു ഉയർച്ച വരുന്നതിന് താല്പര്യമില്ലായിരുന്നെങ്കിലും ദാവീദിനെ ദൈവം കണ്ടു. ദൈവത്തിന് അവനെ കൊണ്ട് ഉപയോഗമുണ്ടായിരുന്നതിനാൽ കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് കെട്ടുകൾ അഴിച്ച് അവന്റെ വസ്ത്രം മാറ്റി അവനെ പുതുമയുള്ള വസ്ത്രം ധരിപ്പിച്ച് ഇതാ അഭിഷേകം ചെയ്യുവാൻ, അതെ, രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ തന്നെ അവനെ നാട്ടിലേക്ക് കൊണ്ടുവരപ്പെട്ടു. എൻ്റെ വാക്കുകളെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, താങ്കളുടെ ജോലി എത്ര താഴ്ന്ന നിലവാരത്തിലുള്ളതാകട്ടെ, താങ്കളുടെ സുഹൃത്ത് ബന്ധങ്ങൾ ഒട്ടും നല്ലതല്ല എന്നിരിക്കട്ടെ, താങ്കളുടെ കുടുംബക്കാർക്കോ മാതാപിതാക്കൾക്കോ താങ്കളെ കെട്ടിയിടണമെന്നല്ലാതെ താങ്കൾക്ക് ഉയർച്ച ഉണ്ടാകണമെന്ന് താല്പര്യമില്ല എന്നും ഇരിക്കട്ടെ, പക്ഷേ താങ്കളെ കാണുന്ന ദൈവമുണ്ട്, താങ്കളുടെ ഹൃദയത്തെ നോക്കുന്ന ദൈവമുണ്ട്. മനുഷ്യൻ പുറമേയുള്ളത് നോക്കി, പൊക്കവും വണ്ണവും തൂക്കവും നോക്കി, മുഖം നോക്കി വിലയിരുത്തുമ്പോൾ മുഖം നോക്കാതെ ഹൃദയം നോക്കി വിലയിരുത്തുന്ന ഒരു കർത്താവുണ്ട്.